ഗൂഗിൾ I/O 2025 വന്നിരിക്കുന്ന അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട AI റിലേറ്റഡ് അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ റീസെൻ്റ്ലി ഒരുപാട് AI റിലേറ്റഡ് അപ്ഡേറ്റ്സുകൾ ഗൂഗിൾ I/O എന്ന് പറയുന്ന ആ ഒരു ഡെവലപ്പർ മീറ്റിങ്ങിൽ ഒരുപാട് അപ്ഡേഷൻസ് അനൗൺസ് ചെയ്തായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ജെമിനി 2.5 Pro എന്ന് പറയുന്ന ആ ഒരു AI ടൂളിനെ പറ്റിയുള്ളതാണ്. ആ ഒരു AI ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ബേസിൽ നിങ്ങൾ കോഡിങ്ങും അതോടൊപ്പം തന്നെ ഇമേജിൻ്റെ ബേസിൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഗൂഗിളിൻ്റെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇൻ്റലിജൻ്റ് AI ടൂളാണ് ഈ ഗൂഗിൾ ജെമിനി 2.5 Pro എന്ന് പറയുന്നത്. സോ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേഷൻ ആയിരുന്നു ഈ ഒരു മീറ്റിംഗിന് ആദ്യം പറഞ്ഞത്. അടുത്ത് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് റിയൽ ടൈം സ്പീച്ച് ട്രാൻസ്ലേഷൻ ഇൻ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന മറ്റൊരു അപ്ഡേഷൻ. അതായത് ഗൂഗിൾ മീറ്റിൽ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് റിയൽ ടൈം ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പുതിയ ഫീച്ചർ ഗൂഗിൾ മീറ്റിൽ വന്നിട്ടുണ്ട്. സോ അത് ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. സോ ഇത് ഒരുപാട് മീറ്റിങ്ങുകൾക്കും അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഒരുപാട് ബെനിഫിറ്റ് ആകുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലോ എന്ന് പറയുന്ന ഒരു AI ടൂളിനെ പറ്റിയാണ്. ഈ ഫ്ലോ എന്ന് പറയുന്ന AI ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫിലിം മേക്കിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഇമേജസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓൺ ആയിട്ടുള്ള എന്തെങ്കിലും ഇമേജസ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഇമേജസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫിലിമുകൾ മേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുള്ള ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ് ഈ ഫ്ലോ എന്ന് പറയുന്ന ഒരു AI മോഡലിൽ വരുന്നത്. അടുത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ നമ്മുടെ ആപ്പിനെ പറ്റിയുള്ളതാണ്. ഗൂഗിൾ ജെമിനി ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രീൻ ഷെയറിങ്ങും അതോടൊപ്പം തന്നെ ക്യാമറ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത്, ലൈവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് സാധിക്കുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം ജെമിനി ആപ്പിലൂടെ നമുക്ക് ഈ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം അതെന്താണെന്ന് നമുക്ക് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ അത് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എൻക്വയറി ചെയ്യണം അല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഈ ജെമിനി ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് റിസൾട്ട്സുകൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഈ ഒരു ജെമിനി ആപ്പിലുള്ള ഈ ഒരു സ്ക്രീൻ ഷെയറിങ്ങും ക്യാമറയും അതിലൂടെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷനാണ് AI പവേർഡ് ഷോപ്പിംഗ് ഇൻ സെർച്ച് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് AI മോഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് നമുക്കങ്ങനെ ഷോപ്പിംഗ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഷോപ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഫീച്ചറും കൂടെ ഈ ഒരു AI മോഡിൽ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ അനുസരിച്ച് ഡൈനാമിക് ആയിട്ട് തന്നെ ഷോപ്പിങ്ങിൻ്റെ ഫീച്ചേഴ്സുകളും നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഷോപ്പിങ്ങിനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഷോപ്പിംഗ് ആ ഒരു പർച്ചേസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതും ഒരു AI പവേർഡ് ഷോപ്പിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് ഈ ഒരു AI മോഡ് ത്രൂ അല്ലെങ്കിൽ ജെമിനി AI മോഡ് ത്രൂ വന്നിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അടുത്ത് വന്നിരിക്കുന്ന പ്രൊജക്റ്റ് മറൈനർ അല്ലെങ്കിൽ AI ഏജൻറ്റ് മോഡാണ്. ഇത് ഒരു AI ഏജൻറ്റ് മോഡ് തന്നെയാണ്. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാനാണ്. അതായത് വെബ് അല്ലെങ്കിൽ ക്രോമിൽ ആയിട്ട് നമുക്കിത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജെമിനി എന്ന് പറയുന്ന ആപ്പുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ക്രോമിൽ വരുന്ന സെർച്ചുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് തന്നെ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ടൂള് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്തതിന് ശേഷം ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മറൈനർ എന്ന് പറയുന്ന ടൂള് അല്ലെങ്കിൽ AI ഏജൻറ്റ് മോഡ് നമ്മൾ ഈ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിലൂടെ നമുക്ക് റിസൾട്ട്സുകൾ എടുക്കാവുന്നതാണ്. അടുത്ത വരുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഗൂഗിൾ ബീം എന്ന് പറയുന്ന ഒരു AI ടൂളിനെ പറ്റിയാണ്. ഇത് ഒരു AI കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. AI റിലേറ്റഡ് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു ടൂളാണ് ഈ ഗൂഗിൾ ബീം എന്ന് പറയുന്നത്. AI കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അതോടൊപ്പം തന്നെ 2D 3D ഒക്കെ അവൈലബിൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഗൂഗിൾ ബീം എന്ന് പറയുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അടുത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കസ്റ്റം ഇമേജ് ജനറേഷൻ ഫോർ
ഫാഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലേക്ക് വേണ്ട അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിള് ഡെഡിക്കേറ്റഡ് ആയിട്ട് അലോ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു AI ടൂളാണിത്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഇമേജസുകൾ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഹൈലി ക്വാളിറ്റിയുള്ള നല്ല നല്ല ഇമേജസ് നമുക്ക് ഈ ഫാഷന് വേണ്ടിയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റം ഇമേജ് ജനറേഷൻ നമ്മളെ അനുസരിച്ച് നമുക്ക് എന്ത് ഫാഷൻ അനുസരിച്ചുള്ള ഇമേജുകളാണ് ജനറേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇമേജുകൾ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ഒരു അപ്ഡേഷൻ പ്രൊജക്റ്റ് ആസ്ട്രയാണ്. പ്രൊജക്റ്റ് ആസ്ട്ര എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ജെമിനി AI മോഡലിനെ കൂടുതൽ യൂണിവേഴ്സലായിട്ടുള്ള AI അസിസ്റ്റൻറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ നേറ്റീവ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അനലൈസ് ചെയ്യുന്ന കൂടുതൽ എൻഹാൻസ്മെൻ്റ് ഒക്കെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് പ്രൊജക്റ്റ് അസ്ട്ര എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് അടുത്ത് വരുന്നത്. അത് ഈ ജെമിനി ആപ്പിനെ അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ യൂണിവേഴ്സലായിട്ട് ഒരു AI അസിസ്റ്റൻ്റ് ആപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊജക്റ്റ് അസ്ട്ര എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ഒരു അപ്ഡേഷനാണ് ജെമിനി ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു AI മോഡൽ. ഈ AI മോഡൽ ടെക്സ്റ്റ് ടു ഇമേജിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ജെമിനി ഡിഫ്യൂഷൻ എന്ന് പറയുന്ന AI ടൂൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെയുള്ള ഒരു മോഡലിനെക്കാളും വളരെ ഫാസ്റ്റായിട്ട്, അതായത് ഒരു 5 ടൈംസ് കൂടുതൽ വേഗത്തിൽ ഇമേജുകൾ ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു കേപ്പബിലിറ്റിയാണ് ഈ ജെമിനി ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു AI ടൂൾസിന് വരുന്നത്. അടുത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേഷൻ ജെമിനി ഫ്ലാഷ് എന്ന് പറയുന്ന ആ ഒരു AI മോഡലാണ്. ജെമിനിയുടെ AI മോഡലാണ് ജെമിനി ഫ്ലാഷ് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നല്ല വർക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു AI മോഡലാണ് ജെമിനി ഫ്ലാഷ് എന്ന് പറയുന്നത്. ജെമിനി ഫ്ലാഷ് കോഡിങ്ങിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ലോങ് ടെസ്റ്റ് എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ജെമിനി ഫ്ലാഷ് എന്ന് പറയുന്ന ഈ AI മോഡൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പേഴ്സണലൈസ്ഡ് സ്മാർട്ട് റിപ്ലൈസ് ആണ്. ഇത് ജെമിനിയുടെ തന്നെ മറ്റൊരു ഒരു ഫീച്ചറാണ് പേഴ്സണലൈസ്ഡ് സ്മാർട്ട് റിപ്ലൈസ് എന്ന് പറയുന്നത്. അതായത് യൂസേഴ്സിന് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ഒരു ഇൻട്രാക്ഷൻസ് പഠിച്ചതിന് ശേഷം അത് ലേൺ ചെയ്യുന്നത് ഗൂഗിൾ തന്നെ പല ആപ്പുകളിൽ നിന്നുള്ള അവരുടെ ഇൻട്രാക്ഷൻ്റെ ബേസിൽ, യൂസേഴ്സിൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻ്റെ ബേസിൽ ആ യൂസിനെ പറ്റി പഠിച്ചതിന് ശേഷം സ്മാർട്ട് റിപ്ലൈസ് കൊടുക്കുന്ന ആ ഒരു ഫീച്ചറാണ് ഈ പേഴ്സണലൈസ്ഡ് സ്മാർട്ട് റിപ്ലൈസ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിൽ വരുന്നത്. അടുത്ത് വന്നിരിക്കുന്ന ഒരു AI അപ്ഡേഷൻ എന്ന് പറയുന്നത് AI മോഡ് സെർച്ച് എന്നുള്ളതാണ്. അതായത് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ AI മോഡിലേക്ക് നമുക്കത് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ട ക്വറീസും അത് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വറീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ അത് AI മോഡിൽ ത്രൂ റിസർച്ച് ചെയ്യാനായിട്ടും അതിൻ്റെ റീസണിങ്ങും അതൊക്കെ വളരെ ഡീപ്പായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നു. സോ ഇനി ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ AI മോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. സോ അതിലൂടെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ് ഈ AI മോഡ് ഇൻ സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് ഡീപ് തിങ്ക് എന്ന് പറയുന്ന ഒരു AI മോഡിനെ പറ്റിയാണ്. അത് ഈ ഗൂഗിൾ ജെമിനി 2.5 പ്രോയിൽ വരുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് വരുന്ന ഒരു AI മോഡാണ് ഡീപ് തിങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിൽ നമുക്ക് അഡ്വാൻസ്ഡ് റിസർച്ചും അതോടൊപ്പം തന്നെ റീസണിങ്ങും ഡീപ്പ് തിങ്കിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു ഡീപ് തിങ്ക് എന്ന് പറയുന്ന ആ ഒരു മോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ഡീപ് തിങ്ക് എന്ന് പറയുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെമിനി 2.5 പ്രോയുടെ ഏറ്റവും ഒരു പുതിയ മോഡാണ് ഡീപ് തിങ്ക്. സോ ഇതായിരുന്നു രണ്ടാമത് വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ഏറ്റവും വലിയൊരു അപ്ഡേഷൻ ആയിരുന്നു ആൻഡ്രോയിഡ് XR എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് XRൽ വന്നിരിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് അതിലൂടെ നിങ്ങൾക്ക് AI അസിസ്റ്റൻ്റ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ്. അതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ആൻഡ്രോയിഡ് XR എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. ഈ ആൻഡ്രോയിഡ് XR എന്ന് പറയുന്നത് എക്സാമ്പിളാണ് XR ഗ്ലാസസ് എന്ന് പറയുന്നത്. അങ്ങനെ അതുപോലെയുള്ള ഐ വെയറിംഗ് ആയിട്ടുള്ള യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. AI അസിസ്റ്റൻ്റ് കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആൻഡ്രോയിഡ് XR ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് വന്നിരിക്കുന്ന ഈ ഗൂഗിൾ I/O 25ൽ വന്നിരിക്കുന്ന അപ്ഡേഷൻസ്, ന്യൂസസ് എന്ന് പറയുന്നത്. കൂടുതൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസസും അപ്ഡേഷൻസും ഒക്കെ ഇനി വരുന്നുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ
പ്രീവിയസ് വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് AI റിലേറ്റഡും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. സോ അത് പഠിക്കാൻ സാധിക്കും. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.